മോർണിംഗ്. കറണ്ട് അഫയേഴ്സ്. മൺഡേയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് ആദ്യത്തെ പെൻഡിങ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. മൺഡേയിലെ കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ അയർലാൻഡ് എഫ്എസിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അയർലാൻഡ് എഫ്എസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാം, ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഒരു NBFC ആണ്. ഒരു NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. പക്ഷേ ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിൽ ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. Because it is designated as a systematic important NBFC by RBI. Reserve Bank of India ഈ NBFCയെ അയർലാൻഡ് എഫ്എസിന് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ന്യൂസുകൾ ആയി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിലനിൽക്കുന്നത്. അയർലാൻഡ് എഫ്എസിലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അതിനെ കുറിച്ചൊരു ന്യൂസ്. പിന്നീട് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എല്ലാവർക്കും അറിയാം. ക്രിക്കറ്റിന്റെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബോഡി ഹെഡ് ക്വാർട്ടേഡ് ഇൻ ദുബായ് ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഈസ് ശശാങ്ക് മനോഹർ. പിന്നെ AIIB യെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. AIIB എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബാങ്ക് ആണ്. ഇന്ത്യയും അതിലെ മെമ്പറാണ്. AIIBയുടെ എക്സ്പാൻഷൻ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്നാണ്. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ചൈന ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ചൈനയിലാണ്. അതിൽ ഏറ്റവും വലിയ ഷെയർ ഹോൾഡറും ചൈന തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയൊക്കെ അതിലെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനക്കാരനാണ് എന്റെ പ്രസിഡന്റ്. ചൈനക്കാരനായ ജിൻ ലിക്വിൻ ആണ് എന്റെ പ്രസിഡന്റ്. JIN ജിൻ ലിക്വിൻ LIQUIN. ജിൻ ലിക്വിൻ ഈസ് ദ പ്രസിഡന്റ് ഓഫ് AIIB. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുതായിട്ട് ഇപ്പൊ തുടങ്ങിയ ഒരു സ്കീം, ഗ്രാം സമൃദ്ധി യോജന. ഗ്രാം സമൃദ്ധി യോജന ഇറ്റ്സ് എ 3000 crore സ്കീം ഫോർ ദ അൺഓർഗനൈസ്ഡ് ഫുഡ് പ്രോസസിംഗ് സെക്ടർ. ഇന്ത്യയിലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസിംഗ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫുഡ് പ്രോസസിംഗ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ഗ്രാം സമൃദ്ധി യോജന. ആൻഡ് ഇറ്റ്സ് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് ഈസ് 3000 crores rupees ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഫസ്റ്റ് ബാങ്ക് ലോക്കർ പ്രൊട്ടക്ടർ പോളിസി. അതായത് നമ്മൾ ബാങ്ക് ലോക്കറിൽ ഒരു സാധനം വച്ചാൽ അതിന്റെ അകത്ത് എന്താണ് വെക്കുന്നത് ബാങ്കുകാർക്ക് പോലും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് ലോക്കറിൽ നമ്മൾ വയ്ക്കുന്ന സാധനങ്ങൾക്കൊന്നും അത് നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത തീരെ ഇന്ത്യയിൽ ഇല്ല. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാങ്ക് ലോക്കറിനകത്തിരിക്കുന്ന സാധനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇൻഷുറൻസ് പോളിസി ഒരു കമ്പനി അവതരിപ്പിച്ചു. ആ കമ്പനിയുടെ പേര് അറിഞ്ഞിരിക്കണം, ഇഫ്കോ ടോക്കിയോ എന്നാണ്. IFFCO, ഇഫ്കോ ടോക്കിയോ, TOKIO. ഇഫ്കോ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് എന്നാണ് എന്റെ എക്സ്പാൻഷൻ. IFFCO, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ്. ദിസ് ഈസ് ദ biggest cooperative institution in India and they are into various business now. Basically it is a fertilizer production company but now they are into insurance also and its name is IFCO Tokyo. അവരെ ഒരുപാട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറൽ ഇൻഷുറൻസ്, കാറിന്റെ ഇൻഷുറൻസ് വരെ ഉണ്ട് IFCO Tokyoയുടെ. അപ്പൊ IFCO Tokyo പുതുതായിട്ട് ഇവർ അവതരിപ്പിച്ച ഇൻഷുറൻസ് ആണ് ലോക്കർ പ്രൊട്ടക്ഷൻ പോളിസി, ബാങ്ക് ലോക്കർ പ്രൊട്ടക്ഷൻ പോളിസി. അത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബാങ്ക് ലോക്കർ പ്രൊട്ടക്ഷൻ പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ലോകം കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച ടെന്നീസ് പ്ലെയർ എന്ന് പൊതുവെ കൗണ്ട് ചെയ്യപ്പെടുന്ന റോജർ ഫെഡറിനുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് ലാസ്റ്റ് വീക്കിലെ ന്യൂസ് പേപ്പറുകളിലെ സ്പോർട്സ് കോളംസിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ദുബായ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് എന്ന ടെന്നീസ് ടൂർണമെന്റ് വിൻ ചെയ്യുക വഴി റോജർ ഫെഡറർ ഹിസ്റ്ററിയിൽ 100 ട്രോഫീസ് വിൻ ചെയ്യുന്ന രണ്ടാമത്തെ പ്ലെയർ ആയിട്ട് മാറി. ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ട്രോഫീസ് വിൻ ചെയ്ത മെയിൽ പ്ലെയർ എന്നുള്ള റെക്കോർഡ് ജിമ്മി കോണേഴ്സിന്റെ പേരിലാണ്. JIMMY, ജിമ്മി കോണേഴ്സ്, CONNORS. ജിമ്മി കോണേഴ്സ് എന്ന് പറയുന്ന പ്ലെയർ 109 ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട്. ഹി ഈസ് ഓൺലി വൺ പ്ലെയർ in front of Roger Federer in the name of in the total number of trophies won from tennis. അപ്പൊ ടെന്നീസിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ട്രോഫീസ് വിൻ ചെയ്തിന്റെ റെക്കോർഡിന്റെ കാര്യത്തിൽ റോജർ ഫെഡറിന്റെ മുന്നിൽ ഇനി ജിമ്മി കോണേഴ്സ് മാത്രം 109 ടൈറ്റിൽസ് ആണ് അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് ബജ്റംഗ് പൂനിയ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മെയിൽ റെസ്ലറാണ്. ഇപ്പോൾ ഏറ്റവും മികച്ച മെയിൽ റെസ്ലർ ഗുസ്തിക്കാരനാണ് ബജ്റംഗ് പൂനിയ. BAJRANG, ബജ്റംഗ് പൂനിയ, PUNIA, ബജ്റംഗ് പൂനിയ. പിന്നെ ഇന്ത്യയുടെ
T20 വുമൻ ക്രിക്കറ്റ് ടീമിനെ T20 ക്രിക്കറ്റ് ടീമിനെ ലീഡ് ചെയ്യുന്നത് സ്മൃതി മന്ദാനയാണ്. അപ്പം സ്മൃതി മന്ദാന. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് ജുലൻ ഗോസ്വാമി ICC വൺ ഡേ ബൌളേഴ്സിന്റെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്തി. ഇന്ത്യയുടെ വുമൻ ബൌളറായ ജുലൻ ഗോസ്വാമി റോസ് ഇൻ ടു ദ പൊസിഷൻ ഓഫ് നമ്പർ 1 ഇൻ വിമൻ വൺ ഡേ ക്രിക്കറ്റ്. വിമൻ വൺ ഡേ ക്രിക്കറ്റിലെ ബൌളേഴ്സിൽ 1ാം സ്ഥാനത്ത് ഇപ്പോ ജുലൻ ഗോസ്വാമിയാണ്. ബാറ്റ്സ്വുമന്മാരിൽ 1ാം സ്ഥാനത്ത് ഇന്ത്യയുടെ സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന. അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ 14th പേജ് അജയ് ഭൂഷൺ പാണ്ഡെയുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അജയ് ഭൂഷൺ പാണ്ഡെ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറിയാണ്. അജയ് ഭൂഷൺ പാണ്ഡെ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. റവന്യൂ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹം UIDAIയുടെ സിഇഒയുമാണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. UIDAI യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, ദ ഏജൻസി വിച്ച് പ്രൊവൈഡ്സ് ആധാർ കാർഡ് ഫോർ ഓൾ ഇന്ത്യൻസ് എല്ലാവർക്കും ആധാർ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയായ UIDAI യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒയും കൂടെയാണ് അജയ് ഭൂഷൺ പാണ്ഡെ. അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ ആണ്. അത് കഴിഞ്ഞ് 13th പേജ് എന്ന് പറയുന്ന ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ പവൻ ഹൻസ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ കമ്പനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെല് ചെയ്യാൻ പോകുന്നു. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പവൻ ഹൻസ് PAWAN പവൻ ഹൻസ് HANS ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഒരു ഹെലികോപ്റ്റർ കമ്പനിയാണ്. പക്ഷെ ഇപ്പൊ അത് വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് സെല് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. വേൾഡിലെ ഏറ്റവും വലിയ 2ാമത്തെ ഗോൾഡിന്റെ കൺസ്യൂമറും ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡിന്റെ ഇമ്പോർട്ടറും ഇന്ത്യയാണ്. വേൾഡില് കൺസ്യൂം ചെയ്യുന്നതിന്റെ കാര്യത്തിൽ വേൾഡിൽ 2ാം സ്ഥാനത്തും ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ വേൾഡിൽ 1ാം സ്ഥാനത്താണ് ഗോൾഡിന്റെ കാര്യത്തിൽ ഇന്ത്യ. അറിഞ്ഞിരിക്കുക. FPI എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. പിന്നീട് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇന്ത്യയിലെ ബിഗ് കമ്പനീസ് അവരുടെ പ്രോഫിറ്റിന്റെ 2% സൊസൈറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് CSR എന്ന് പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇന്ത്യയിലെ കമ്പനീസിന്റെ CSR ആക്ടിവിറ്റി ടോട്ടൽ ആയിട്ട് എടുക്കുമ്പോൾ 50,000 crores കവിഞ്ഞു എന്ന് ഒരു ന്യൂസ് ഉണ്ട്. ഒരു വർഷം 50,000 കോടി രൂപയിൽ കൂടുതൽ ഇന്ത്യയിലെ കമ്പനീസ് എല്ലാം കൂടെ അവരുടെ എല്ലാവരുടെയും കൂടെ പ്രോഫിറ്റിന്റെ 2% എടുക്കാൻ 50,000 crores കൂടുതൽ വരികയാണ്. അപ്പൊ അത് നല്ല കാര്യമാണ്. കാര്യം അത് സൊസൈറ്റിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ മുദ്ര ലോണിനെ കുറിച്ചുണ്ട്. മുദ്ര ലോൺ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് മുദ്ര. മുദ്ര ലോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പിന്നീട് 10 ലക്ഷം രൂപ വരെ ഇന്ത്യയിലെ ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഗവൺമെന്റ് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ വഴിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് മുദ്ര എന്ന് പറയുന്നത്, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിങ് ഏജൻസി. പിന്നെ സൗരവ് കുമാറുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്. സൗരവ് കുമാർ എന്ന് പറയുന്നത് EESLന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. EESL എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ്. എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് EESL ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ EESLന്റെ മാനേജിംഗ് ഡയറക്ടറാണ് സൗരവ് കുമാർ. അവരാണ് ഇന്ത്യയിൽ ഉജാല എന്ന് പറയുന്ന സ്കീം നടപ്പാക്കിയത്. ഇന്ത്യയിലെ എനർജി എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് LED ബൾബുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്കീമാണ് ഉജാല. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LED ഫോർ ഓൾ. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LED ഫോർ ഓൾ. ഈ സ്കീം നടപ്പാക്കിയത് EESL ആണ്, എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ്. അത് കഴിഞ്ഞ് നമ്മൾ 12th പേജ് വേൾഡ് പേജ് ആണ്. അവിടേക്ക് പോകുമ്പോൾ അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട്. അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ലിയോ വരാദ്കർ ആണ്. ലിയോ വരാദ്കർ VARADKAR ലിയോ വരാദ്കർ. അയർലൻഡിന്റെ ക്യാപിറ്റൽ ഡബ്ലിൻ ആണ്. DOUBLIN ഡബ്ലിൻ. അതുപോലെ അൾജീരിയയുടെ പ്രസിഡന്റിന്റെ പേരുണ്ട്. അൾജീരിയയുടെ ക്യാപിറ്റൽ അൾജിയേഴ്സ് ആണ്. അൾജീരിയ എന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ അൾജിയേഴ്സ് ആണ്. ALGIERS അൾജിയേഴ്സ്. അൾജീരിയയുടെ പ്രസിഡന്റ് അബ്ദൽ അസീസ് ABDEL അബ്ദൽ അസീസ് AZIZ അബ്ദൽ അസീസ് ബൌട്ടിഫ്ലിക്ക BOUTEFLIKA ബൌട്ടിഫ്ലിക്ക അബ്ദൽ അസീസ് ബൌട്ടിഫ്ലിക്ക. അത് കഴിഞ്ഞ് വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാല് ചൈനയുടെ ന്യൂസ് ഏജൻസിയാണ് സിൻഹുവ. അതെല്ലാവർക്കും അറിയാമായിരിക്കും, മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചൈനയുടെ ന്യൂസ് ഏജൻസിയാണ് സിൻഹുവ XINHUA.
അവര് മനുഷ്യനെ പോലെ ഒരു ന്യൂസ് ആങ്കറിനെ റോബോട്ട് ആയിട്ടുള്ള ന്യൂസ് ആങ്കറിനെ അവതരിപ്പിച്ചു. ന്യൂസ് മനുഷ്യനെ പോലെ റിയാക്ട് ചെയ്യുന്ന ഒരു റോബോട്ടിനെ കൊണ്ട് ആദ്യമായിട്ട് വേൾഡിൽ ഒരു സിൻഹുവ അവതരിപ്പിച്ചു. അപ്പം China's Xinhua State News Agency on Sunday used a lifelike robotic news anchor that mimics human facial expressions. And the പേരാണ് Xin Xiaomen. Xin Xiaomen. XIAOMENG. XIN first word, രണ്ടാമത് XIAOMENG. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ നാഷണൽ പേജില് ഖത്തറിന്റെ റൂളറിന്റെ പേരുണ്ട്. ഖത്തർ എന്ന് പറയുന്ന ഗൾഫ് കൺട്രിയാണ്. ഖത്തറിന്റെ ക്യാപിറ്റൽ ദോഹയാണ്. ഖത്തറിന്റെ റൂളറിന്റെ പേരാണ് ഷെയ്ഖ് തമീം, SHEIKH, ഷെയ്ഖ് തമീം, TAMIM, തമീം ബിൻ ഹമദ്, BIN, ബിൻ ഹമദ്, HAMAD, ഹമദ് അൽത്താനി, ALTHANI, അൽത്താനി. പിന്നീട് NHA, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നാഷണൽ ഹൈവേസിന്റെ നോഡൽ ഏജൻസിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഹൈവേസിന്റെ പ്രൊട്ടക്ഷനൊക്കെ അവരുടെ കയ്യിലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHA, അതിന്റെ പുതിയ ചെയർമാൻ നരേന്ദ്രനാഥ് സിൻഹ. ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ടു ഇന്ത്യ ഡൊമിനിക് ആസ്ക്വിത്ത്, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ടു ഇന്ത്യ ഡൊമിനിക്, DOMINIC, ഡൊമിനിക് ആസ്ക്വിത്ത്, ASQUITH. പിന്നീട് ഇന്ത്യയുടെ ഫസ്റ്റ് രാജധാനി എക്സ്പ്രസ്, അതിന്റെ 50 years കംപ്ലീറ്റ് ആയി. ഇന്ത്യയുടെ ഫസ്റ്റ് രാജധാനി എക്സ്പ്രസ് കൊൽക്കത്ത ന്യൂഡൽഹി റൂട്ടിലാണ് ഓടിയത്. മാർച്ച് 3, 1969. 1969 മാർച്ച് 3 കൊൽക്കത്ത ന്യൂഡൽഹി റൂട്ടിൽ ഓടിയ രാജധാനി എക്സ്പ്രസ് ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് രാജധാനി എക്സ്പ്രസ്. അത് 50 വർഷം കംപ്ലീറ്റ് ചെയ്തു. CASF, Central Industrial Security Force, it's a paramilitary force. CASF, Central Industrial Security Force, is a paramilitary force like CRPF, BSF, etc. അതുകഴിഞ്ഞ് നമുക്ക് സൺഡേയിൽ ഒരു പത്രം കൂടെ പെൻഡിങ് ഉണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ പടമൊക്കെ ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന സ്റ്റേറ്റ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അങ്ങനെ റാങ്കിങ് ഉണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 1ാമത് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് ആന്ധ്രാപ്രദേശ്. പിന്നീട് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതൊരു സ്പേസ് കമ്പനിയാണ്, പ്രൈവറ്റ് കമ്പനിയാണ്. അതിന്റെ ഉടമസ്ഥൻ എലോൺ മസ്ക് ആണ്. എലോൺ മസ്ക്, MUSK. പിന്നീട് അനിർബാൻ ലാഹിരിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അനിർബാൻ ലാഹിരി ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോൾഫ് പ്ലേയേഴ്സിൽ ഒരാളാണ് അനിർബാൻ ലാഹിരി. ANIRBAN, അനിർബാൻ ലാഹിരി, LAHIRI. അതുപോലെ ശിവ് കപൂറിന്റെ പേരുണ്ട്. ശിവ് കപൂർ, ഹീസ് അനദർ ഗോൾഫ് പ്ലെയർ ഫ്രം ഇന്ത്യ. പിന്നീട് അതും അറിഞ്ഞിരിക്കണം. പിന്നീട് ICCയുടെ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ICC ക്രിക്കറ്റ് കമ്മിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്മിറ്റീസ് ഓഫ് ICC, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ICCയുടെ ക്രിക്കറ്റ് കമ്മിറ്റി ഹെഡ് ഇന്ത്യയുടെ അനിൽ കുംബ്ലെയാണ്. അനിൽ കുംബ്ലെ. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജ് 13th പേജിലേക്ക് പോകുമ്പോൾ RCEPയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ്. RCEPയുടെ എക്സ്പാൻഷൻ റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ്. ഇറ്റ്സ് എ 16-member ഗ്രൂപ്പിംഗ് and India is a member of that 16-member group. ആ 16 മെമ്പേഴ്സിൽ 10 members are ASEAN countries, Association of Southeast Asian Nations. ASEAN countries are 10 members, and the remaining 6 members India, China, New Zealand, South Korea, Japan, Australia. ഇത്രയും രാജ്യങ്ങളാണ്. അപ്പോ 10 ASEAN countries, Association of Southeast Asian Nations, ബാക്കി 6 ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നാണ് RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കോണമിക് പാർട്ണർഷിപ്പ്. വേൾഡ് പേജിൽ നമുക്ക് എഴുതിയെടുക്കാനൊന്നും ഇല്ല. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ. സൺഡേയിലെ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ന്യൂസുകളൊന്നും അന്നത്തെ ന്യൂസ് പേപ്പറിൽ ഇല്ല. പിന്നെ സംഝോത എക്സ്പ്രസ് സർവീസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് 9th പേജിലുണ്ട്. സംഝോത എക്സ്പ്രസ്, SAMJHAUTA, സംഝോത എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓടുന്ന ട്രെയിനാണ്. ആ ട്രെയിൻ സർവീസ് ഇന്ത്യയുടെയും പാകിസ്ഥാനിലുള്ള ടെൻഷൻസ് കൂടി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിരുന്നു, പക്ഷെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ന്യൂസാണ്.
റഷ്യൻ നിർമ്മിതമായിട്ടുള്ള കലാഷ്നിക്കോവ് തോക്കുകൾ വേൾഡിൽ ഏറ്റവും ഫേമസ് ആണ്. AK-47 എന്നുള്ള കലാഷ്നിക്കോവ് എന്നുള്ളതാണ്. കലാഷ്നിക്കോവ് എന്നാണ് അറിയപ്പെടുന്നതാണ്. ഈ AK-47 അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഇപ്പോഴത്തെ AK-103 എന്നാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഈ കലാഷ്നിക്കോവ് തോക്കുകളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പിന്നീട് പുതിയ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇന്ത്യയിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. അത് ഓപ്പോസിഷൻ ലീഡറായ രാഹുൽ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയായ അമേത്തിയിലാണ്. അമേത്തി, ഉത്തർപ്രദേശിലെ അമേത്തി. പിന്നെ മനോഹർലാൽ ഖട്ടറിന്റെ ഒരു ഫോട്ടോ ഉണ്ട് 7th പേജിൽ. മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്ററാണ് മനോഹർലാൽ ഖട്ടർ, KHATTAR. അതുപോലെ DRDOയുടെ ചെയർമാൻ ജി സതീഷ് റെഡ്ഡിക്ക് ഒരു അവാർഡ് കിട്ടി. DRDOയുടെ ചെയർമാൻ മാത്രമല്ല അദ്ദേഹം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ സെക്രട്ടറിയും അതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ സെക്രട്ടറിയും സതീഷ് റെഡ്ഡിയാണ്. DRDOയുടെ ചെയർമാനും സതീഷ് റെഡ്ഡിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സ്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സ് എന്ന് പറയുന്ന സംഘടന AAAA അദ്ദേഹത്തിന് ഈ വർഷത്തെ മിസൈൽ സിസ്റ്റംസ് അവാർഡ് സമ്മാനിക്കാൻ തീരുമാനിച്ചു. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സ് AIAA അദ്ദേഹത്തിന് മിസൈൽ സിസ്റ്റംസ് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു സതീഷ് റെഡ്ഡിക്ക്. അത് ഒരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കേണ്ട ന്യൂസാണ്. പിന്നെ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ N. ചന്ദ്രശേഖരനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് N. ചന്ദ്രശേഖരൻ. സ്വീഡിഷ് ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് സ്കാനിയ, SCANIA. സ്കാനിയ ഈസ് എ സ്വീഡിഷ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഒരു ടേമാണ് റൈറ്റ് ഇഷ്യൂ, RIGHT, റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സ്കീമിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. ആ ഷെയർ ഇഷ്യൂവിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. നോ ഔട്ട്സൈഡേഴ്സ് ക്യാൻ ബി participate in such issues. Right issue is only for exclusively for existing shareholders. അപ്പം അത്രയായി. ഇനി നമുക്ക് 1-2 കാര്യങ്ങളൂടെ നോക്കാനുണ്ട്. മൻ കി ബാത് എ സോഷ്യൽ റെവല്യൂഷൻ ഓൺ റേഡിയോ എന്ന് പറയുന്ന ബുക്ക് അരുൺ ജെയ്റ്റ്ലി റിലീസ് ചെയ്തപ്പോൾ മൻ കി ബാത് എ സോഷ്യൽ റെവല്യൂഷൻ ഓൺ റേഡിയോ, നരേന്ദ്രമോദിയുടെ മന്ത്ലി റേഡിയോ അഡ്രസ് ടു ദ നേഷനായ മൻ കി ബാത്തിനെ കുറിച്ചുള്ള ബുക്കാണ് മൻ കി ബാത് എ സോഷ്യൽ റെവല്യൂഷൻ ഓൺ റേഡിയോ. പിന്നീട് ഉഷ തോറാട്ട് കമ്മിറ്റിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഉഷ തോറാട്ട് കമ്മിറ്റി കറൻസി വാല്യൂ പിന്നീട് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് തരാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. പിന്നീട് അതുപോലെ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഹസ്മുഖ് ആദിയ ബാങ്ക് ഓഫ് ബറോഡയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിന്റഡ് ആയി. ഹസ്മുഖ് ആദിയ ബാങ്ക് ഓഫ് ബറോഡയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട്. ബാങ്ക് ഓഫ് ബറോഡ April 1 ദേന ബാങ്കിനെയും വിജയ ബാങ്കിനെയും അതിനോട് മെർജ് ചെയ്യാണ്. അതും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് ഒരു പുതിയ റെയിൽവേ സോൺ അനൗൺസ്ഡ് ആയി. ആ റെയിൽവേ സോൺ ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ടാണ്. റെയിൽവേ സോൺ അതിന്റെ പേര് അറിഞ്ഞിരിക്കണം, സതേൺ കോസ്റ്റ് റെയിൽവേ. സതേൺ കോസ്റ്റ് റെയിൽവേ ഇസ് ദ ന്യൂ റെയിൽവേ സോൺ അനൗൺസ്ഡ് ബൈ റെയിൽവേ മിനിസ്ട്രി ഫോർ ആന്ധ്രാപ്രദേശ് and its headquarters is in Visakhapatnam. It's very important, everybody should learn this point. And headquarters പഠിച്ചിരിക്കണം വിശാഖപട്ടണത്താണ്. അതുപോലെ ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്, ശാന്തി സ്വരൂപ് ഭട്നാഗർ BHATNAGR ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ഏത് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കാം. സയൻസ് ആണ്. സയന്റിസ്റ്റ് കൊടുക്കുന്ന ഒരു അവാർഡാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്. എയിം എന്ന് പറഞ്ഞൊരു സ്കീം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കുന്നുണ്ട്. AIM അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്കുക. അടൽ ഇന്നവേഷൻ മിഷൻ. അടൽ ഇന്നവേഷൻ മിഷൻ. അടൽ ഇന്നവേഷൻ മിഷൻ എയിം എന്ന് പറയുന്ന സ്കീം എന്താണെന്ന് വെച്ചാൽ ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്. ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ് അടൽ ഇന്നവേഷൻ മിഷൻ.
അതുപോലെ 500 സിക്സസ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സ്മാഷ് ചെയ്യുന്ന ആദ്യത്തെ പ്ലെയറായി ക്രിസ് ഗെയിൽ മാറി. വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിക്കറ്റ് പ്ലെയറായ ക്രിസ് ഗെയിലാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 500 സിക്സസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബാറ്റ്സ്മാൻ എവർ. അത് അറിഞ്ഞിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ന്യൂസ് പേപ്പർ പെൻഡിംഗ് ആണ്, അത് നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.